ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഷോളിൻ്റെ ബോർഡറിൽ എങ്ങനെയാണ് ഒരു സ്കാലപ്പ് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു സ്കാലപ്പ് വർക്ക് എന്ന് പറയുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൻ്റെ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബാംഗിളോ ഒക്കെ എടുത്തിട്ട് ഇതുപോലുള്ള ഒരു സ്കാലപ്പ് വർക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പാറ്റേൺ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നെറ്റ് മെറ്റീരിയലിലാണ് ചെയ്യുന്നത്. അത് ആ ഒരു പാറ്റേൺ ഈ ഒരു നെറ്റിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ 5 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ പാറ്റേൺ വരച്ചു കൊടുക്കേണ്ടത്. നെറ്റ് മെറ്റീരിയലിൽ നമ്മൾ പാറ്റേൺ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കാർബൺ പേപ്പറിലോ ഒന്നുമല്ല നമ്മൾ ഒരു പാറ്റേൺ ട്രേസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് ഇതുപോലെ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് മാർക്കർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻസൊക്കെ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പാറ്റേൺ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കാം. എന്നിട്ട് മാത്രം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് 2 സൈഡിലും 5 ഇഞ്ച് വിട്ടെന്ന് വിചാരിച്ച് ഒരു പ്രശ്നമില്ല. കാരണം ഈ ഒരു നെറ്റ് മെറ്റീരിയൽ നമ്മൾ ഷോളിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 2 സൈഡ് കട്ട് ചെയ്യിക്കാറാണ് സാധാരണ കസ്റ്റമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് വേറൊരു ഷീറ്റ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 2 സൈഡിലും 10 ഇഞ്ചായിട്ട് പോയാലും ആ ഷോളിന് നല്ല വിടുത്ത് തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ട് പോയാൽ മതി. ഇങ്ങനെ ഇത്രയും വിടുത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ തന്നെ ഇതുപോലെ നമുക്ക് റിങ്ങിലൊക്കെ വയ്ക്കാനും അത് സൗകര്യമായിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് ഒരു തുണി അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യവും വരും. അപ്പം നമുക്ക് ചിലപ്പോൾ ആ ഒരു വർക്ക് അത്ര നന്നായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. ഇത് ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് 2 സ്ട്രാൻഡ്സിൽ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഒരു ലൈന് നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ച് പോകണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലാവൻഡർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ത്രെഡ്. അതിനുശേഷം നമ്മൾ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു ലെയറും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ 2 ലെയറായിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ലാവൻഡറും പിന്നെ വൈറ്റുമാണ്. അങ്ങനെ 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്.